ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമ്മളൊരു ചെറിയ യാത്ര പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നൂറക്കുട്ടിയൊക്കെ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പം നമ്മൾ തമിഴ്നാട്ടിലുള്ള അക്കരെ പള്ളിക്കാണ് പോണത് കേട്ടോ. അപ്പോൾ അത് കുളച്ചലാണ്, സ്ഥലം പറഞ്ഞത് കുളച്ചലാണ് കേട്ടോ. അപ്പം ഞാനും ഇക്കായും പിന്നെ 2 മക്കളാണ് പോണത്. അപ്പം എൻ്റെ കാക്കാക്കാണെങ്കിൽ ഒരു ചെറിയ നേർച്ച കട ഉണ്ടായിരുന്നു. അപ്പം അത് കൊടുക്കാൻ വേണ്ടി അവർ പോണ്. അപ്പം പോണ സമയത്ത് നമ്മളെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളും ചുമ്മാ അല്ലേ ഇരിക്കണമെന്ന് വെച്ച് നമ്മളും കൂടെ പോണുണ്ട്. അപ്പോൾ പോണ വഴിക്ക് തന്നെ കപ്പലണ്ടി കടലൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിച്ചിട്ടൊക്കെയാണ് പോയിരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. അവരാണെങ്കിൽ മുകളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പം റൈഹാനാണെങ്കിൽ നമുക്ക് പാമ്പസ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ പാമ്പസും കൂടെ വാങ്ങിച്ചിട്ട് മുകളിൽ വരാമെന്ന് പറഞ്ഞിട്ട് അവരാരെയും കണ്ടില്ല. പിന്നെ നമ്മൾ താഴോട്ട് പോയി. താഴോട്ട് പോയപ്പോൾ അവരൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു കേട്ടോ. അപ്പം നൂറക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ദിയക്കാണെങ്കിൽ പനി പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ വീണ്ടും നമ്മൾ പോവുകയാണ്. അപ്പം കാക്കയാണെങ്കിൽ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ കുഴുത്തറാണ്. അപ്പോൾ പോണ വഴിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നത് നമുക്ക് കന്യാകുമാരി പോണ ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ് വന്നിട്ട് എൻ്റെ സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പണ്ട് +1 +2 ഒക്കെ പഠിച്ചിരുന്ന സ്കൂളാണ്. അപ്പം ചുമ്മാ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറേ ദൂരം പോയിട്ടിരുന്നപ്പോഴാണെങ്കിൽ മഴ തുടങ്ങി കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു മഴ തുടങ്ങി. പിന്നെ പിള്ളേർക്കൊക്കെ പനിയൊക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കടയിൽ അവിടെ അങ്ങനെ ഒതുങ്ങി നിന്നു. അങ്ങനെ പിന്നെ മഴ ചെറുതായിട്ട് തോർന്നതിന് ശേഷം നമ്മൾ വീണ്ടും പോയി. അങ്ങനെ പിന്നെ പള്ളി എത്തി. അപ്പം ഈ കാണുന്നതാണ് പള്ളി കേട്ടോ. അപ്പം പ്രാവ് കൂടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ നിന്നപ്പോൾ കാക്ക വരും വരെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു. പിന്നെ അവൻ വന്നു. അപ്പോൾ നേർച്ചയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പഴമാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അങ്ങനെ പഴമൊക്കെ കൊടുത്തു. പിന്നെ ആ ഒരു വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, പള്ളിയുടെ അകത്തായതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇറങ്ങിയപ്പോഴാണെങ്കിൽ എല്ലാവർക്കും ബീച്ചിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ പതുക്കെ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ബീച്ചിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ബീച്ചിൽ വന്ന് പിന്നെ അവരൊക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു. പിന്നെ ഇക്കായും നൂറായിട്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അവിടെ ആരെയും പോകാൻ വേണ്ടിയിട്ട് അവർ വിടുന്നില്ല. കാരണം വെള്ളം എന്തോ കയറി കിടക്കണം എന്ന് പറഞ്ഞിട്ട് ആരെയും വിടുന്നില്ല. എന്നാലും എൻ്റെ കാക്കായും അവൻ്റെ മോനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇക്കായും നൂറായും കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നൂറായും കൊണ്ട് പോവുകയാണ്. നമ്മളെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോയില്ല. പെണ്ണുങ്ങളാരും പോയില്ല, ആണുങ്ങൾ മാത്രം പോയി. അങ്ങനെ അവരവിടെയൊക്കെ പോയിട്ട് പിന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നൂറാക്കാണെങ്കിൽ ഐസ്ക്രീം വേണമെന്ന് ഒരേ നിർബന്ധമായിരുന്നു. പിന്നെ ഷയാന് പനിയായതുകൊണ്ട് പിന്നെ നൂറാക്ക് ഐസ്ക്രീം വാങ്ങിച്ച് കൊടുത്തപ്പം ഷയാന് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ച് കൊടുത്തില്ല. അങ്ങനെ പാനിപ്പൂരി വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാനിപ്പൂരിയാണ് നമുക്ക് നൂറക്കുട്ടിക്ക് വാങ്ങിച്ച് കൊടുത്തത്. പിന്നെ അങ്ങനെ നൂറക്കുട്ടിക്ക് പാനിപ്പൂരി ആയപ്പോൾ ശരി ഹാപ്പിയായി. അങ്ങനെ അതും കഴിക്കാൻ വേണ്ടിയിട്ട് ആശത്ത് നിൽക്കുകയാണ്. അങ്ങനെ പാനിപ്പൂരി നൂറാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ നൂറാണെങ്കിൽ പാനിപ്പൂരി വാങ്ങിച്ചു കൊടുത്തതോടെ ഹാപ്പിയായി. പക്ഷേ ഷയാനാണെങ്കിൽ ഐസ്ക്രീം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ ആണെങ്കിൽ എടുത്തു വെച്ചിട്ട് ഒരാഴ്ച ആയ കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ എഡിറ്റിംഗ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.